അപ്പോൾ യെസ്, വെൽക്കം ബാക്ക് എവരി വൺ. നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 35 സെക്കൻഡ് ഓൺ 10 സെക്കൻഡ് റെസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഫോളോ അലോങ് വർക്കൗട്ടാണ് ഞങ്ങൾ ചെയ്യുക. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാം. അപ്പോൾ മറ്റ് ലാഗൊന്നും ഇല്ലാണ്ട് വീഡിയോയിലോട്ട് കയറാം. റണ്ണിങ് അറ്റ് പ്ലേസ് ആണ്. നമ്മൾ നിന്നവിടെ നിന്ന് തന്നെ പയ്യെ റൺ ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട്. ഇനിയൊരു 10 സെക്കൻഡ് റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് സ്ക്വാട്ടാണ്. നമ്മളിതും 2 സെറ്റായിട്ടാണ് ചെയ്തേക്കണത്. ആദ്യത്തെ സെറ്റിൽ 4 വർക്കൗട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് തന്നെ ഒരു റൗണ്ടും കൂടി റിപ്പീറ്റ് ചെയ്യും. താഴത്തോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ടും, മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇന്നും. അടുത്ത നമ്മുടെ വർക്കൗട്ട് വന്നത് പ്ലാങ്കാണ്. നമുക്ക് നമ്മളെ കൊണ്ട് ആവണ പ്ലാങ്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഹൈ പ്ലാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ലോ പ്ലാങ്ക് ചെയ്യുക. ഞാനെന്തായാലും ലോ പ്ലാങ്ക് ചെയ്യും. ആൾ ചിലപ്പോൾ ഹൈ പ്ലാങ്ക് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ലോ പ്ലാങ്കാണ്, ആൾ ചെയ്യുന്നത് ഹൈ പ്ലാങ്കാണ്. നമ്മൾ ബേസിക് ചെയ്യുമ്പോൾ ആ പ്ലാങ്ക് വെച്ച് ചെയ്താലും മതി. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ പ്ലാങ്ക് ഇങ്ങനെ ചെയ്യാം. പ്ലാങ്ക് ചെയ്ത് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആപ്സും ഗ്ലൂട്ട്സും ടൈറ്റ് ആക്കി വെക്കുക. അതാണ് പ്ലാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ അടുത്ത വർക്കൗട്ട് വേണ്ടത് സ്ലോ ബാർ പീസാണ്. സ്ലോ ബാർ പീസ് നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ജസ്റ്റ് ജമ്പ് ചെയ്യുക പറ്റണവർ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണിച്ച് നിന്നാലും മതി. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്തേക്കാം. ശരിക്കുള്ള പർപ്പീസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കുള്ള പർപ്പീസ്. നമ്മളെ ബിഗിനറായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനത്തെ സ്ലോ ബാർ പീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സെറ്റിലെ 4 വർക്കൗട്ട് നമ്മൾ ചെയ്ത് ഇതിൻ്റെ തന്നെ ഒരു റൗണ്ടും കൂടി അപ്പോൾ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ റണ്ണിങ് അറ്റ് പ്ലേസാണ് പിന്നെയും ചെയ്യുന്നത്. സ്ലോ റൺ ചെയ്താൽ മതി. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക, നല്ല ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത വർക്കൗട്ട് സ്ക്വാട്ട്സാണ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ സ്ക്വാട്ട്. സ്ക്വാട്ടൊക്കെ ശരിക്കും ലോവർ ബോഡി വർക്കൗട്ടാണ്. നമ്മുടെ ലോവർ ബോഡിക്ക് ടോട്ടലി എഫക്റ്റ് ഇടുന്ന വർക്കൗട്ടാണ് സ്ക്വാട്ടൊക്കെ. നമ്മൾ കഴിയുന്നത് നമ്മുടെ ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക എപ്പോഴും. അടുത്ത വർക്കൗട്ട് പ്ലാങ്കാണ്. നേരത്തെ 2 പ്ലാങ്ക് കാണിച്ചാണ്. ഞാൻ ചെയ്യുന്ന നോർമൽ പ്ലാങ്കും മറ്റേത് ഹൈ പ്ലാങ്കും കാണിച്ചാണ്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം.
പ്ലാങ്ക് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എളുപ്പമുള്ള എക്സസൈസ് ആയിട്ട് തോന്നും, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നിൽക്കാൻ കുറച്ച് പാടുമാണ് ഇങ്ങനെ. പ്ലാങ്കൊക്കെ പിന്നീട് ടൈം കൂട്ടിയെടുത്ത് ചെയ്താൽ അത്ര നല്ലതാണ്. അടുത്ത പിന്നെ സ്ലോ ബർപ്പീസാണ്, നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സെറ്റിൻ്റെ 2 റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വർക്കൗട്ട് തന്നെ വൈപ്പേഴ്സാണ്. ഞാൻ കാണിച്ചു തരാം. വൈപ്പേഴ്സ് നമ്മുടെ ആപ്സിന് കിട്ടുന്ന എക്സസൈസാണ്. ജസ്റ്റ് കാലിങ്ങനെ വെക്കുക, 2 സൈഡിലോട്ടായിട്ട് കൊണ്ടുപോവുക. നമ്മുടെ കാറിൻ്റെയൊക്കെ വൈപ്പർ കാണിക്കില്ല, അത് തന്നെ. വൈപ്പർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ലോവർ ബാക്കിലെ ഞെട്ടുകളെ കൊടിയെന്ന് വെച്ചേക്കാം. തല താഴ്ത്തു വെച്ചാൽ മതി. അതെല്ലാം നമുക്കിങ്ങനെ പൊക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊക്കി വെക്കാം. അപ്പോൾ വൈപ്പേഴ്സ് കഴിഞ്ഞ് അടുത്ത നമ്മുടെ കേർട്സി ലഞ്ചാണ്. കേർട്സി ലഞ്ചിൻ്റെ റൈറ്റ് ലെഗാണ് ആദ്യം നമ്മൾ ബാക്കോട്ട് കൊണ്ടുപോകാൻ പോണേ. ഇതാണ് കേർട്സി ലഞ്ച് വന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ റൈറ്റ് ലെഗ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മാറിയിട്ടായിട്ട് ബാക്കോട്ട് വെക്കാം. നമ്മുടെ നേരെ ലെഫ്റ്റ് കാലിൻ്റെ ബാക്കിലല്ല, കുറച്ച് ലെഫ്റ്റ് കാലിനേക്കാളും സൈഡിലോട്ടായിട്ട്. നമ്മുടെ ഈ ഫ്രണ്ടൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആവണം നമുക്ക് ഫീൽ ചെയ്യും. ലോവർ ബോഡി വർക്കൗട്ടാണ് എന്തായാലും കേർട്സി ലഞ്ചസ് എല്ലാം ലോവർ ബോഡി വർക്കൗട്ടാണ്. ലഞ്ചസ് തന്നെ കുറേ ലഞ്ചസ് ഉണ്ട്. കേർട്സി ലഞ്ച് ഉണ്ട്, ഫോർവേഡ് ലഞ്ച് ഉണ്ട്, ബാക്ക് ലഞ്ച് ഉണ്ട്, സൈഡ് ലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ലെഗ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യണത് ലെഫ്റ്റ് ലെഗിൻ്റെ കേർട്സി ലഞ്ചാണ് ചെയ്യണത്. ചെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കഴിയുന്നത് അപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. നമുക്കിതിൻ്റെ നമ്മൾ ഈ കൊണ്ടുപോകണ കാലിൻ്റെ ഫ്രണ്ടിലെ തുടയൊക്കെ നന്നായിട്ട് സ്ട്രെച്ചാണ് ശരിക്കും ഫീലാവും. കാരണം കൂടുതൽ നമുക്ക് അവിടെ നല്ല വലിച്ചിൽ കിട്ടും. അപ്പോൾ കേർട്സി ലഞ്ച് ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞ് ഇനി ചെയ്യുന്നത് നമ്മൾ നീ പുഷപ്പാണ് ചെയ്യണത്. നീ പുഷപ്പിൻ്റെ പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ അടിയിൽ കൈ വെക്കുക. കഴിഞ്ഞിട്ടത് ഇങ്ങനെ നീ പുഷപ്പ് നമ്മൾ ബേസിക്കായിട്ട് മാത്രം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പറ്റണവരാണ് നമ്മുടെ സാധാരണ നോർമൽ പുഷപ്പ് തന്നെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് നോർമൽ പുഷപ്പ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റിൻ്റെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്ത് ഇനി നമ്മൾ അതിൻ്റെ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വൈപ്പേഴ്സാണ് സ്റ്റാർട്ടിങ് വന്നത്. കൈ ഇച്ചിരി വൈഡായിട്ട് നമുക്ക് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാല് നേരെ വന്ന് എഴുതുമ്പോൾ ടച്ച് ചെയ്യും നമ്മുടെ കൈമ തന്നെ. വൈപ്പേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് രണ്ടും അടുപ്പിച്ചിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ അകത്തി വെച്ചാൽ നമുക്ക് നമ്മുടെ വയർ ഭാഗത്തോട്ടുള്ള ആ ഒരു കോൺട്രാക്ഷൻ നമുക്കധികം ഫീൽ ചെയ്യില്ല. അപ്പോൾ വൈപ്പേഴ്സ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കേർട്സി ലഞ്ചാണ് ചെയ്യണത്. റൈറ്റ് ലെഗാണ് ആദ്യം ബാക്കി പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബ്രീത്തിങ്ങിനെ പിടിച്ചു വെച്ചിട്ട് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ
ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ താഴത്തോട്ട് കാല് ബെൻഡ് ചെയ്യിക്കുമ്പോൾ ഞാൻ ബ്രീത്ത് ഔട്ടും, മേലോട്ട് പൊങ്ങുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ബ്രീത്തിങ്ങിനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര അണപ്പാവും. അപ്പോൾ കൂടുതൽ നമ്മൾ ക്ഷീണത്തിലോട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക. റൈറ്റ് ലെഗ് കഴിഞ്ഞ് അടുത്തത് കടിച്ച് ലഞ്ചിൻ്റെ ലെഫ്റ്റ് ലെഗാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ലെഫ്റ്റ് ലെഗ് ഇനി ബാക്കോട്ട് പോകും. ശരിക്കും നിങ്ങൾ ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് വർക്കൗട്ടിലോട്ട് വരിക. നമ്മുടെ ബോഡി നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ബോഡിയുടെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ഒരു ഇതുണ്ടായാലും നമ്മൾ മാറ്റി വെച്ച് കുറച്ച് സമയം നമ്മൾ വർക്കൗട്ടിന് വേണ്ടി കണ്ടെത്തുക. അപ്പോൾ അടുത്ത വർക്കൗട്ട് നമ്മുടെ വന്നത് നീ പുഷപ്പാണ് വന്നത്. ഞാൻ നോർമൽ പുഷപ്പാണ് എടുക്കണേ, ആൾ നീ പുഷപ്പ് എടുക്കും. താഴത്തോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ടും, മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഇന്നുമാണ്. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇപ്പോൾ നോർമലി പുഷപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ പുഷപ്പ് തന്നെ നോർമൽ പുഷപ്പ് എടുത്താൽ, അതല്ലാന്നുണ്ടെങ്കിൽ നീ പുഷപ്പ് എടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വിട്ടു. 35 സെക്കൻഡും 10 സെക്കൻഡിനാണ് നമ്മൾ ചെയ്തത്. സാധാരണ നമ്മുടെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും അത് ഞങ്ങളെ അറിയിക്കണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തുടർന്നു കൊണ്ടുള്ള ഏക ഒരു ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ പുതിയ വർക്കൗട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു വർക്കൗട്ട്. പല വർക്കൗട്ടുണ്ട്. ഓൾ സ്റ്റാൻഡിങ് ഉണ്ട്, നമുക്ക് കിടന്നുകൊണ്ട് മാത്രം ലൈൻ പൊസിഷനിലുണ്ട്, അപ്പ് ആൻഡ് ഫ്രണ്ട്ലി വർക്കൗട്ട്സ് ഉണ്ട്, നോ ജമ്പിങ് വർക്കൗട്ട്സ് ഉണ്ട്. അങ്ങനെ പല വർക്കൗട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാനും മാക്സിമം നോക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക, ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും എത്രയും പെട്ടെന്ന് വർക്കൗട്ടും അവരുടെ ഹെൽത്ത് നോക്കാനുള്ള ഇതിലോത്തോട്ട് വരട്ടെ. അപ്പോൾ മറ്റേ ലാഗൊന്നുമില്ല, ഇനി ഒന്നും പറയാനുമില്ല. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.